ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ ഈ ക്യാൻസറിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്നത് അതായത് ഏർലി ഡിറ്റക്ഷൻ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നു അത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുമ്പോൾ നമുക്ക് രോഗമുക്തിക്കുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. ഈ ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ക്യാൻസറും തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ കാണിക്കുമോ? അത് തിരിച്ചറിയുക എന്നുള്ളത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? ക്യാൻസറിന് പല ലക്ഷണങ്ങളും നമ്മൾ അവഗണിക്കുക വഴി ചിലപ്പോൾ നമുക്കത് മാറ്റാൻ കഴിയുന്ന സ്റ്റേജുകളിലേക്ക് നിന്ന് മാറിപ്പോവാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് സ്തനാർബുദത്തിൻ്റെ കേസാണ്. സ്തനാർബുദത്തിൽ നമ്മൾ വേദനയില്ലാത്ത മുഴകളായിരിക്കും കഴിയുന്നതും ഇത് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്ത്രീകൾ അത് കുഴപ്പമില്ല, വേദനയില്ലല്ലോ എന്നുള്ളത് ആക്കി അത് തള്ളിക്കളയാറുണ്ട്. അപ്പോൾ വേദനയില്ലാത്ത മുഴകൾ പ്രശ്നക്കാരാകാം, പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞവർക്ക്. അത് സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഓരോ ക്യാൻസറിനും ഓരോ രീതിയിലുള്ള ലക്ഷണങ്ങളാണ്. ഇപ്പോൾ വായയുടെ ക്യാൻസറുകളുടെ ആണെങ്കിൽ വായക്കകത്ത് മാറാതെയുള്ള വ്രണങ്ങൾ, അല്ലെങ്കിൽ ഭക്ഷണം ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാമായിരിക്കും വായക്കകത്തുള്ള ക്യാൻസറുകളുടെ ലക്ഷണം. അത് ചിലപ്പോൾ വേദന ഉണ്ടാകാം, ചിലപ്പോൾ വേദന ഇല്ലാതിരിക്കാം. അതുപോലെ തന്നെ പുകവലിക്കാരിൽ നിർത്താതെയുള്ള ചുമ, അല്ലെങ്കിൽ പുകവലിയില്ലാത്ത ആൾക്കാർക്കും കുറേ കാലമായിട്ടുള്ള നിർത്താതെയുള്ള ചുമ, പിന്നെ നമുക്ക് ചുമയോട് കൂടി ശരീരം മെലിയൽ, അതേപോലെ കഫത്തിൽ ചിലപ്പോൾ രാവിലെയുള്ള കഫത്തിൽ രക്തം കാണൽ, ഇതെല്ലാം ചിലപ്പോൾ ശ്വാസകോശ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം. ഇത് ശ്വാസകോശത്തിൻ്റെ ക്യാൻസറിൻ്റെ ലക്ഷണം മാത്രമായിക്കോണമെന്നില്ല. അത് ചിലപ്പോൾ TB, അതുപോലെ ഇൻഫെക്ഷനും എല്ലാം കാരണങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ലക്ഷണങ്ങളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് കഫത്തിൽ രക്തം കണ്ടതുകൊണ്ട് ക്യാൻസർ ആണെന്ന് വിധി എഴുതിക്കൊണ്ട് മുന്നോട്ട് പോകരുത്. നല്ലൊരു ഡോക്ടറെ കണ്ട് അത് സ്ഥിരീകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ അന്നനാളത്തിലുള്ള ക്യാൻസർ ആണെങ്കിൽ ഭക്ഷണം ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടും, കട്ടിയുള്ള ഭക്ഷണം ഇറങ്ങാൻ ആദ്യം ബുദ്ധിമുട്ടും ഉണ്ടാവാം, പിന്നീട് വെള്ളം വരെ ബുദ്ധിമുട്ട് വന്നേക്കാം. ഛർദി, നിർത്താതെയുള്ള ഛർദി, ഇത് ആമാശയ ക്യാൻസറുകളുടെ ലക്ഷണമായേക്കാം. അതുപോലെ മഞ്ഞപ്പിത്തം, പിത്തസഞ്ചിയിലും കുഴലുകളിലുമുള്ള ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം. നമ്മുടെ യൂഷ്വൽ വയറ്റിൽ നിന്ന് പോകുന്ന, അതായത് മലാശയ ക്യാൻസറുകളുടെ ലക്ഷണം, അത് നമ്മുടെ ദിനം പ്രതിയുള്ള സാധാരണയുള്ള ശോധനയെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അല്ലെങ്കിൽ രക്തത്തോടു കൂടിയുള്ള മലവിസർജ്യത്തിൽ ഈ ക്യാൻസറുകളുടെ സാധ്യതയുണ്ട്. എല്ലാ രക്തത്തോടുള്ള മലവിസർജനവും ക്യാൻസർ ആയിക്കൊള്ളണമെന്നില്ല. ഹെമറോയിഡ്സ് പോലുള്ള കണ്ടീഷൻ, അതായത് പൈൽസ്, അങ്ങനത്തെ കാര്യങ്ങളിലും രക്തം കണ്ടേക്കാം. പേടിയല്ല വേണ്ടത്, ശ്രദ്ധയാണ് വേണ്ടത്. ഡോക്ടർ, ഈ സർവൈവേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ അതിജീവിതരുടെ എണ്ണവും കൂടും, നമുക്ക് ആശ്വാസകരമാണ്. രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്, ഇത് ഫൈറ്റ് ചെയ്ത് സർവൈവ് ചെയ്യുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട്. അങ്ങനെ അതിജീവിതരുടെ കേസിൽ വീണ്ടും ഇത് വരാനുള്ള സാധ്യതയുണ്ട്, വന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് സർവൈവ് ചെയ്ത ആളുകൾ, അപ്പോൾ അവർക്ക് മെഡിസിൻ ഉണ്ടാകും, മെഡിസിനോടൊപ്പം അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ എപ്പോഴും വളരെയധികം ബഹുമാനിക്കുന്ന ആൾക്കാർ എൻ്റെ രോഗികളെ തന്നെയാണ്. അവരെ ഫൈറ്റേഴ്സായിട്ടാണ് ഞാൻ എപ്പോഴും കാണാറ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ പിന്നെ പ്രശ്നങ്ങളല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർക്കറിയാം ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത്. അവർക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവരവരെ കൃത്യമായ രീതിയിൽ അതിനെ നേരിടാൻ അവർക്ക് മാനസികമായി അവർ തയ്യാറുമാണ്, അവർ സന്നദ്ധരുമാണ്. ആ ഒരു രീതിയിൽ നമ്മളെക്കാൾ എല്ലാം മനക്കട്ടിയുള്ളവരാണ് അവർ എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ബഹുമാനം ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ എപ്പോഴും അവർക്ക് തന്നെ അറിയാം അവരതിനെങ്ങനെയെന്ന്. കാരണം നമ്മളോട് ഒരാൾ ചിരിക്കുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അയാൾ ചിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ചെറുതല്ല. നമ്മൾ ഒരാളടുത്ത് ചിരിക്കുന്ന പോലെയല്ല വേറെ പ്രശ്നങ്ങളുള്ള ഒരാൾ നമ്മളോട് ചിരിക്കുന്നത്. ആ പ്രശ്നങ്ങളെല്ലാം ഒതുക്കിക്കൊണ്ട്, ചിലപ്പോൾ വേദനകൾ കടിച്ചമർത്തിക്കൊണ്ട് ചിലപ്പോൾ നമ്മളോട് ചിരിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ നമ്മൾ വേറെ ഏത് രീതിയിലാണ് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു വരാനുള്ള റിസ്കുകളുണ്ട്. പക്ഷേ ആ റിസ്കുകൾ വളരെയധികം സാധാരണ ആൾക്കാരിൽ നിന്ന് അപേക്ഷിച്ച് ചെറിയ ചെറിയ ശതമാനങ്ങളേ ഉള്ളൂ. അത് ഓരോ സ്റ്റേജിനനുസരിച്ചും ഓരോ ടൈപ്പ് ക്യാൻസറുകൾക്കനുസരിച്ചും വ്യത്യസ്തമായേക്കാം. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട റിസർച്ചൊക്കെ വായിക്കുകയും അതുപോലെ ഒരുപാട് കേസുകൾ ഇവിടെയൊക്കെ കടന്നു പോകുമ്പോൾ കേരളത്തിൽ ഈ അടുത്ത കാലത്തായി വന്നിട്ടുള്ള പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത് ആശങ്ക ഉണ്ടാക്കുന്നതാണോ? യുവാക്കളിലൊക്കെ ഏത് രാജ്യങ്ങളിലെയും പോലെ നമ്മുടെ കേരളത്തിലും പ്രായം കൂടുതലുള്ള ആൾക്കാരുടെ എണ്ണം കൂടുകയാണ്. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ എല്ലാം കൂടുന്നത് പോലെ തന്നെ ക്യാൻസറിൻ്റെ തോതുകളും കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ കരക്കാവുന്ന പോലെ കേരളത്തിൽ മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിലും കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അലാമിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം യങ്ങറായിട്ടുള്ള, അതായത് മുമ്പ് നമ്മൾ 50-60 വയസ്സുകളിൽ കാണുന്ന ക്യാൻസറുകൾ കൂടുതലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പ്രായം കുറഞ്ഞുകൊണ്ട് 40ലേക്കും 50ലേക്കും എത്തി എന്നുള്ളതാണ്. അതിൽ അലാമിംഗ് ആയിട്ടുള്ളത് നമ്മുടെ മലാശയ ക്യാൻസറുകളും അതുപോലെ തന്നെ
ബ്രസ്റ്റ് ക്യാൻസറും എൻഡോമെട്രിയൽ ക്യാൻസേഴ്സുമാണ്. അപ്പോൾ ഇത് അതായത് യൂട്രൈൻ ക്യാൻസേഴ്സ്, ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ആൻഡ് കോളൻ ക്യാൻസർ, ഇതെല്ലാം വളരെയധികം ഏർലി വയസ്സുകളിൽ, അതായത് 40-50 വയസ്സുകളിൽ കാണപ്പെടുന്നു തുടങ്ങുന്നത് ആശങ്കാജനകം തന്നെയാണ്. നമ്മുടെ ഒരു പരിധി വരെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് അവയ്ക്ക് ബന്ധവും ഉണ്ട് താനും. യെസ്, അപ്പോൾ അത് തന്നെയാണ്, ജീവിതശൈലി രോഗങ്ങളുമായി വലിയ ബന്ധം പുതിയ ക്യാൻസർ കണ്ടെത്തുന്നതിലുണ്ട്. അപ്പോൾ പരമാവധി നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധ തീർച്ചയായിട്ടും അവയർനെസ് തന്നെയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കുക, ഒരു ഏർലി ഡിറ്റക്ഷൻ നടത്താൻ അത്രയുള്ള ഒരു പ്രാപ്തി നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ക്യാൻസർ അങ്ങനെ ഭയപ്പെടേണ്ടതല്ല എന്നുള്ളത് കൂടിയാണ്. എന്തായാലും വളരെ നന്ദി ഡോക്ടർ ഫവാസ് അലി, ഒരു അല്പസമയമെങ്കിലും ഈ രാവിലെ നിങ്ങളോടൊപ്പം ചിലവഴിച്ചതിനും. ഇപ്പോൾ പ്രേക്ഷകർക്കൊക്കെ ഉള്ള സംശയങ്ങൾക്ക് നിവാരണം ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്.